ഹലോ എവ്രി വൺ, വെൽക്കം ടു അനദർ വീഡിയോ. ഇന്ന് നമ്മളൊരു സ്റ്റേക്കേഷന് വേണ്ടിയിട്ട് മൂന്നാറിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ യാത്രാവിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. മെയിൻലി നമ്മളൊരു റിസോർട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇത്തവണ ഞങ്ങൾ സെലക്ട് ചെയ്ത റിസോർട്ട് എലിക്സർ ഹിൽസ് ആണ്. ഇതിനു മുമ്പ് നമ്മൾ പലതവണ മൂന്നാർ പോയിട്ടുള്ളതുകൊണ്ട് തന്നെ ടൂറിസ്റ്റ് അട്രാക്ഷൻസിലോ അല്ലെങ്കിൽ വ്യൂ പോയിന്റുകളിലോ ഒന്നും നമ്മൾ പോകുന്നില്ല. പകരം ആ റിസോർട്ടിൽ തന്നെ മുഴുവൻ സമയവും ചെലവഴിക്കണം എന്ന് കരുതിയിട്ടാണ് പോകുന്നത്. ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് സ്പോട്ട് തന്നെയാണ് മൂന്നാർ. അവിടേക്ക് എപ്പോഴും നമ്മളെ ആകർഷിക്കുന്ന എന്തോ ഒരു മാജിക് ഉണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നാറുണ്ട്. അത് വേറൊന്നും ആവാൻ വഴിയില്ല, അതിൻ്റെ ആ ഒരു സീനിക് ബ്യൂട്ടിയും ഒരു എസ്തെറ്റിക് എലമെൻസും തന്നെയായിരിക്കും. അപ്പോൾ ഇത്തവണയും ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി മൂന്നാറിലേക്ക് പോവുകയാണ്. അടിമാലി എത്തിയപ്പോഴേക്കും ലഞ്ച് ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ എപ്പോൾ വന്നാലും കഴിക്കുന്ന ഹോട്ടലാണ് ഹോട്ടൽ അന്നപൂർണ. പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലാണ്. ഇവിടുത്തെ ഫുഡ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ്. വിത്ത് പായസം, പിന്നെ വൈറ്റ് റൈസ് ഉണ്ട്, ഒത്തിരി കറികളും ഒക്കെയുള്ള ഒരു സദ്യ, ഒരു ചെറിയൊരു സദ്യ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ പിന്നെ ഈവനിങ് ടൈം ആകുമ്പോഴേക്കാണ് എന്തായാലും റിസോർട്ടിലേക്ക് എത്തുള്ളൂ. ഒത്തിരി പോകാനുണ്ട്. ടൗണും കഴിഞ്ഞ് കുറച്ച് ഉള്ളിലേക്കായിട്ടാണ് റിസോർട്ട്. അപ്പോൾ എന്തായാലും ഈവനിങ് ഒക്കെ ആവും അവിടേക്ക് എത്തുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ അന്നപൂർണ്ണയിൽ നിന്ന് ഒരു ചെറിയ സദ്യ തന്നെ കഴിച്ചിട്ടാണ് പോകുന്നത്. ഈ തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ടു തുടങ്ങുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ്. എത്ര വന്നാലും മതിവരാത്തൊരു സ്ഥലം കൂടിയാണ് ഞങ്ങൾക്ക് മൂന്നാർ. നമ്മുടെ കുറേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ട സ്ഥലമാണിത്. ഞങ്ങളെപ്പോലെ ഹിൽ സ്റ്റേഷൻസ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ് മൂന്നാർ. ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ യാത്ര പോകാനായിട്ട് നല്ല ഒരു സുഖമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ മനസ്സൊക്കെ അത്രയും റിലാക്സ്ഡ് ആയിട്ട് മാറും. ടൗൺ കഴിഞ്ഞ് കുറച്ച് ഉള്ളിലേക്കാണ് നമ്മുടെ റിസോർട്ട് ഇരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ ലക്ഷ്മി എസ്റ്റേറ്റ്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു എസ്റ്റേറ്റാണ് മൂന്നാറിലെ.
ഒത്തിരി ഏരിയയിൽ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്ന തേയിലത്തോട്ടമൊക്കെയുള്ള ഒരു എസ്റ്റേറ്റ്. അപ്പോൾ ആ എസ്റ്റേറ്റും കടന്ന് പുളിമൂട്ടിൽ എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അതിൻ്റെ ബൗണ്ടറിക്കകത്താണ് ഈ നമ്മുടെ എലിക്സർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഇനിയുള്ള യാത്ര. എനിക്ക് തോന്നുന്നു തമിഴ്നാട് ബോർഡർ എത്തിയിട്ടുണ്ടെന്നാണ്. കാരണം നമ്മൾ കാണുന്ന വണ്ടികളും ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് തമിഴ് ലാംഗ്വേജിലാണ്. പിന്നെ ആൾക്കാരായാലും ഒരു തമിഴ് കൾച്ചറുള്ള ആൾക്കാരെ പോലെ തോന്നി. അമ്പലങ്ങളും ഒക്കെ ആ ഒരു സ്റ്റൈലിലാണ്. അപ്പോൾ ഏകദേശം ബോർഡറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കുള്ള യാത്രയാണ്. നല്ല ഭംഗിയുള്ള കാഴ്ചയൊക്കെ കണ്ട് ലക്ഷ്മി എസ്റ്റേറ്റ് കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ആകെ ഒരു പ്രോബ്ലം ഉള്ളത് വഴി അത്ര നല്ല വഴിയായിരുന്നില്ല. അവിടെ ഇവിടെയൊക്കെ ചെറിയ കുണ്ടും കുഴിയും ഒക്കെ ഉണ്ട്. ഇറ്റ്സ് ഫൈൻ, നമ്മൾ ഒരു യാത്രയാണല്ലോ. ഈ ഒരു ഏരിയയിൽ വന്നപ്പോൾ ഏതോ ഫിലിം സോങ്ങിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പോലെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം കണ്ടു. നമ്മൾ ഈ ലക്ഷ്മി എസ്റ്റേറ്റിൻ്റെ ഏരിയയിലേക്ക് ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ടില്ല. ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റിയല്ലോ, വളരെ സന്തോഷം. നമ്മൾ എത്ര തവണ വന്നു എന്ന് പറഞ്ഞാലും മൂന്നാറിൽ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ കാണാതെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഓരോ വരവിലും നമ്മൾ പുതിയതായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്യുക, ചെറിയ ചെറിയ കാര്യങ്ങളും സന്തോഷം കണ്ടെത്താൻ പറ്റുക, അതൊക്കെയാണ് ഒരു ട്രിപ്പിൻ്റെ വലിയ ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നത്. നമ്മളിപ്പോൾ ലക്ഷ്മി എസ്റ്റേറ്റ് കടന്ന് പുളിമൂട്ടിൽ എസ്റ്റേറ്റിലേക്ക് എൻ്റർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇനി അധികം ദൂരമില്ല നമ്മളുടെ റിസോർട്ടിലേക്ക്. അപ്പോൾ ഈ എലിക്സർ റിസോർട്ടിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ 2 എലിക്സർ റിസോർട്ടുകളുണ്ട്. അടുത്തടുത്തായിട്ടാണ്. എലിക്സർ വുഡ്സും ഉണ്ട്, എലിക്സർ ഹിൽസും ഉണ്ട്. അപ്പോൾ നമ്മൾ ഹിൽസിലേക്കാണ് പോകുന്നത്. രണ്ടും ഒരേ കോമ്പൗണ്ട് എന്ന് പറയാൻ പറ്റില്ല, ഡിഫറെൻറ്റ് കോമ്പൗണ്ടാണ്, പക്ഷേ അടുത്തടുത്താണ്. കുറേ റിസോർട്ടുകൾ അടുത്തടുത്തുണ്ട്. അപ്പോൾ അതിൽ എലിക്സർ ഹിൽസാണ് നമ്മുടെ റിസോർട്ട്. നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇത് എലിക്സർ വുഡ്സിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എലിക്സർ വുഡ്സാണ്. അപ്പോൾ നമ്മൾ അതും കടന്നിട്ട് കുറച്ചുകൂടെ പോകണം എലിക്സർ ഹിൽസിലേക്ക്. അങ്ങനെ ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. നമ്മളങ്ങനെ എലിക്സർ ഹിൽസിലേക്ക് എത്തി. ഇവിടുന്ന് കുറച്ച് താഴേക്കങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളുടെ എൻട്രൻസിലെത്തി. ഇതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ എൻട്രൻസ് ഏരിയ. അവിടെ നമുക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എൻട്രൻസ് ഏരിയയിലെ ആംബിയൻസ് ഇതൊക്കെയാണ്. മെയിനായിട്ട് അവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡെക്കോഴ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വളരെ നന്നായിട്ട് തന്നെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്രിസ്മസ് ട്രീയും ക്ലിപ്പും ഒക്കെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയിൽ തന്നെയാണ് ഉള്ളത്.
നമുക്ക് അവിടെ ചെന്നപ്പോൾ ഒരു വെൽക്കം ഡ്രിങ്ക് എന്നൊക്കെ പറയുന്ന പോലെ കുറച്ച് സ്നാക്സും ഒരു ഹോട്ട് ടീം ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അതൊക്കെ കഴിച്ചു. അതിനുശേഷമാണ് നമ്മൾ ചെക്ക് ഇൻ ചെയ്യാനുള്ള ഫോർമാലിറ്റീസിലേക്കൊക്കെ കടന്നത്. ഓൾറെഡി വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അധികം കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാനുണ്ടായിരുന്നില്ല. പേയ്മെൻറ്റൊക്കെ നേരത്തെ കൊടുത്തതാണ്. നമ്മൾ ഇനി നമ്മുടെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റൂം ജക്യൂസി സ്യൂട്ട് റൂമാണ്. അത്യാവശ്യം വലിയൊരു റൂം തന്നെയായിരുന്നു അത്. മാത്രമല്ല നമ്മുടെ റൂമിൽ നിന്നുള്ള നേരെ താഴേക്കുള്ള വ്യൂ എന്ന് പറയുന്നത് ആ റിസോർട്ടിൻ്റെ ഇൻഫിനിറ്റി പൂളാണ്. അത്യാവശ്യം വലിയൊരു ഇൻഫിനിറ്റി പൂൾ തന്നെയാണ്. കുട്ടികൾക്ക് സെപ്പറേറ്റ് ചെയ്തും കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റൂം. വലിയൊരു റൂമാണ്. അത്യാവശ്യം അമ്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു ബാൽക്കണി ഉണ്ട്, പിന്നെ ജാക്യൂസി ഉണ്ട്, ഒരു വലിയൊരു ഗ്ലാസ് വിൻഡോ ഉണ്ട്. അത് ഓപ്പൺ ചെയ്ത് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് നമ്മുടെ സ്വിമ്മിംഗ് പൂളാണ്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു ആംബിയൻസ് ഉള്ള റൂം തന്നെയാണ്. ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം ഞങ്ങൾ ഒന്ന് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. പൂളിൻ്റെ അടുത്തും പിന്നെ അവിടെ ഒരു പ്ലേ ഏരിയയൊക്കെ ഉണ്ട്, അവിടേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം എന്നൊക്കെ വിചാരിച്ചിട്ട്. ഇപ്പോൾ ഒരു 4 PM ഒരു ഈവനിങ് ടൈമാണ്. എന്നാലും വെയിലൊക്കെ മാറി ഒരു ചെറിയതായിട്ട് തണുപ്പൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഒന്നാമത്തെ കാര്യം ഒരുപാട് മരങ്ങളുടെയും കാടിൻ്റെയൊക്കെ നടുക്ക് ഉള്ള ഒരു ഫീലാണ് നമുക്കിപ്പോൾ. ചുറ്റും എങ്ങും എവിടെ നോക്കിയാലും വലിയ വലിയ മരങ്ങളും പച്ചപ്പും തന്നെയാണ്. നമ്മളൊരു ഈവനിങ് ടൈമൊക്കെ ആയപ്പോൾ നേച്ചർ വാക്കിന് വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി. അതായത് ഈ ഒരു റിസോർട്ടിൽ നിന്ന് ഒരു കുറച്ച് സ്റ്റെപ്സ് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ വുഡ്സിൻ്റെ ഉള്ളിലൂടെ തന്നെ നമുക്കൊരു കേവും അതേപോലെ ഒരു ചെറിയൊരു അരുവിയും വാട്ടർഫോളും ഒക്കെയുള്ളൊരു ഏരിയയിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്.
എത്തിയപ്പോൾ കുട്ടികൾക്ക് ചെറിയൊരു പേടിയൊക്കെ തോന്നി. മഞ്ഞുമൽ ബോയ്സിലെ ഗുണ കേവാണെന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് പറയുന്നുണ്ടായിരുന്നു. എന്നാലും കൊള്ളാം. അതേപോലെയൊക്കെ ചെറിയൊരു റെപ്ലിക്ക പോലെയൊക്കെ ഉണ്ട്. അതായത് ആ മൂവിയിൽ കണ്ട പോലെ ഗ്രിൽസൊക്കെ ഇട്ട് കവർ ചെയ്തേക്കുന്ന പോലെയൊക്കെ ഉണ്ട്, കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിള്ളേർക്ക് നോക്കുമ്പോൾ അത് ഗുണ കേവിനെ പോലെ ഒക്കെ തോന്നി. കണ്ടോ, ആ ഒരു കേവിൻ്റെ ഒരു ഏരിയയിൽ വരുമ്പോൾ അവിടെ ഒരു ഗ്രില്ലൊക്കെ ഇട്ട് മറച്ചിട്ടുണ്ട്. ചെറിയൊരു താഴേക്ക് കാണാൻ പറ്റുന്നില്ല, വെട്ടമൊന്നുമില്ല. താഴേക്ക് ചെറിയൊരു കുഴിയൊക്കെ ഉണ്ട്. ആഴം ഉണ്ടോയെന്നൊന്നും അറിയില്ല. ചെറിയൊരു കുഴിയുണ്ട്, കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, നല്ല ഇരുട്ടായിരുന്നു. പിന്നെ ഈ മുകളിൽ ഒരു ഗ്യാപ്പും ഇതൊക്കെ കാണുമ്പോൾ എന്താ പറയുക, ഒരു ചെറിയൊരു ഗുണ കേവ് സെറ്റപ്പ്. ഇതാണ് നേരത്തെ പറഞ്ഞ അരുവി. ഒരു ചെറിയൊരു വാട്ടർഫോള് പോലെയുണ്ട്. ഇപ്പോൾ വെള്ളം കുറവാണ്. അവർ പറഞ്ഞത് ഇതിനു മുമ്പ് മഴക്കാലത്തൊക്കെ നന്നായിട്ട് വെള്ളം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ്. ഏതായാലും നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ശരിക്കും പ്രകൃതിയോടൊക്കെ ചേർന്ന് കിടക്കുന്ന പോലെ, എന്താ പറയുക, അരുവിയും ഒക്കെ കാണുമ്പോൾ മനസ്സിനൊരു സന്തോഷം. ഞങ്ങളും വളരെയധികം എൻജോയ് ചെയ്തു. ഇത്രയും പ്രകൃതിയോട് ഇണങ്ങിയുള്ള അരുവിയും ഗുഹയും അതൊക്കെ കുട്ടികൾക്കും ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇതെന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റും. കുറച്ച് നേരം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് തിരിച്ച് റിസോർട്ടിലേക്ക് പോയത്. ഏതായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അതിനുശേഷം ഞങ്ങളൊരു ചെറിയ ടീയും പിന്നെ കോംപ്ലിമെൻ്ററി സ്നാക്സും ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഞങ്ങൾ റിസോർട്ടിൽ നിന്ന് കഴിച്ചു. അങ്ങനെ തന്നെ അവർക്ക്, അതായത് കുട്ടികൾക്ക് ജാക്യുസി യൂസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ സെറ്റപ്പ് നോക്കുകയാണ്. അപ്പോൾ നല്ല അവിടെ എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് എന്താ പറയുക, ബബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് അവർക്ക് കുറച്ച് നേരം ഒന്ന് കളിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങൾ താഴെ സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിൽ വന്നിരിക്കുകയാണ്. അവിടെ തന്നെയാണ് റെസ്റ്റോറൻറ്റ് ഉള്ളത്. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് ചില്ല് ചെയ്തതിന് ശേഷം ഫുഡും കഴിച്ച് റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. താഴെ വന്നിരുന്നപ്പോഴാണ് നല്ല തണുപ്പ്. എനിവേ, നല്ല രസമുള്ള ഒരു ക്ലൈമറ്റ്. നമ്മൾ ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ പോയത്, അതുകൊണ്ട് തന്നെ തണുപ്പ് ഇറ്റ്സ് ഓക്കെ, ഫൈൻ. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും അവർ റെസ്റ്റോറൻറ്റിൽ എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഫുഡൊക്കെ ഡിന്നർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. നമുക്ക് ബുഫേ ആയിരുന്നു ഡിന്നറിനുണ്ടായിരുന്നത്. അപ്പോൾ ഒത്തിരി ഐറ്റംസ് അവർ വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് സ്റ്റാർട്ടേഴ്സ് തന്നെ ഒരുപാട് സ്റ്റാർട്ടേഴ്സ് ഉണ്ടായി. പിന്നെ സാലഡുകൾ ഒത്തിരി ഉണ്ടായിരുന്നു. സൂപ്പ് ഒത്തിരി ടൈപ്പ് ഉണ്ടായിരുന്നു. പിന്നെ മെയിൻ കോഴ്സ്, ഡെസേർട്ട് തന്നെ പല വെറൈറ്റി ഡെസേർട്ടുകൾ ഉണ്ടായിരുന്നു. ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു. നമുക്കതെല്ലാം കഴിക്കാനൊന്നും പറ്റില്ല എന്തായാലും. പക്ഷേ എന്താ പറയുക, ഇഷ്ടമുള്ള ആൾക്കാർക്ക് അതൊക്കെ എൻജോയ് ചെയ്യാം. അതിനുള്ള എല്ലാ ഓപ്ഷൻസും അവർ വെച്ചിട്ടുണ്ട്. നല്ല കിടിലൻ ബൊഫെ ആയിരുന്നു.
നമ്മളും കുറേ ഐറ്റംസൊക്കെ കഴിച്ചു, ടേസ്റ്റ് ചെയ്തു. എല്ലാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ കുറച്ച് നേരം അവിടേക്ക് ഇരുന്നതിന് ശേഷമാണ് നമ്മൾ പിന്നെ റൂമിൽ ചെന്നു. നൈറ്റ് നല്ലൊരു കൂൾ വെതറായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അധികം സമയം വൈകിക്കാതെ നേരത്തെ തന്നെ കിടന്നുറങ്ങി. രാവിലെ ആയപ്പോൾ ഇങ്ങനെ ഗ്ലാസ് വിൻഡോസിലൊക്കെ ഒരു എന്താ പറയുക മഞ്ഞിൻ്റെ കുറച്ച് റിഫ്ലക്ഷൻസൊക്കെ കാണാനുണ്ടായിരുന്നു. രാവിലെ കുറച്ച് സമയമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ചെക്കൗട്ട് ചെയ്യാനുള്ള പരിപാടിയിലേക്ക് കിടക്കുകയായിരുന്നു. അപ്പോൾ റെഡിയായി നമ്മൾ താഴേക്ക് ചെന്നു. അവിടെ നമുക്ക് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അപ്പോൾ അതും നമ്മൾ കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അതും നല്ല ടേസ്റ്റി ഫുഡ് തന്നെയായിരുന്നു കേട്ടോ. നമ്മുടെ കേരള ബ്രേക്ക്ഫാസ്റ്റാണ് കൂടുതൽ ഐറ്റംസ് ഉണ്ടായിരുന്നത്. പിന്നെ കുറച്ച് നോർത്ത് ഇന്ത്യൻസിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ്, ഡെസേർട്ടുകളും ഉണ്ടായിരുന്നു ഒത്തിരി. പിന്നെ നമ്മൾ ചെക്കൗട്ട് ചെയ്യാനായിട്ട് എൻട്രൻസ് ഏരിയയിലേക്ക് ചെന്നപ്പോഴാണ് നമ്മൾ ഇന്നലെ കാണാത്ത കുറേ സ്ഥലങ്ങൾ അവിടെ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും നമ്മളൊന്ന് വിസിറ്റ് ചെയ്തു. അവിടെ കുറേ സീറ്റും ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, നമുക്കിങ്ങനെ ദൂരേക്ക് കുറച്ചൊരു വിഷൻ കിട്ടുന്ന രീതിയിൽ. അപ്പോൾ നോക്കുമ്പോൾ ഒരുപാട് കുന്നുകളും കാടും ഒക്കെ നല്ലൊരു വ്യൂ തന്നെയാണ്, ഒരു സീനിക് വ്യൂ തന്നെ ഉണ്ടായിരുന്നു അവിടെ. ഈ കാണുന്നത് അവിടുത്തെ ഒരു ക്രാഫ്റ്റ് ഷോപ്പ് പോലെ ഒന്ന് വെച്ചിട്ടുണ്ട്, ഒരു ഷോ കേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊക്കെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണെന്നാണ്. കൂടുതലും ഫോറിനേഴ്സിനെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഐറ്റംസ് ആണ് വെച്ചിരിക്കുന്നത്. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കി കണ്ടു. അങ്ങനെ അത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത്. നമ്മളൊന്നും വാങ്ങിയൊന്നുമില്ല, ജസ്റ്റ് കണ്ടേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ഒരു ദിവസത്തെ സ്റ്റേ എലിക്സർ ഹിൽസിൽ അവസാനിച്ചു. ഇനി നമ്മൾ നേരെ ചെക്കൗട്ട് ചെയ്ത് അതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഇറങ്ങാമെന്ന് വിചാരിക്കുകയാണ്. ഏതായാലും വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു സ്റ്റേ തന്നെയായിരുന്നു അവിടെ നമുക്ക് കിട്ടിയത്. എന്തുകൊണ്ടും അതായത് അവിടുത്തെ ആംബിയൻസ് ആയിക്കോട്ടെ, അവിടുത്തെ വളരെ ക്ലീനും നീറ്റും ആയിട്ടുള്ള റൂമായിരുന്നു അതും. പിന്നെ അവിടുത്തെ സ്റ്റാഫ്സ്, വളരെ ടേസ്റ്റി ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡ്, അതെല്ലാം നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. മെയിനായിട്ട് ആ ഒരു നേച്ചർ വാക്ക് നമ്മൾ ചെയ്തത്, അതൊക്കെ എന്താ പറയുക, നമ്മൾ പ്രകൃതിയിലേക്ക് ഇറങ്ങി കുറച്ച് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുക, അതൊക്കെ ഒരു വലിയ കാര്യമാണ്. നമുക്ക് ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ്. ഇങ്ങനെ ചെറിയ ചെറിയ യാത്രകൾ പോവുക, പുതിയ പുതിയ സ്ഥലങ്ങൾ കാണുക, അതൊക്കെ എല്ലാവർക്കും താല്പര്യമുള്ള കാര്യമായിരിക്കും. അപ്പോൾ ഒത്തിരി പൈസ ചിലവില്ലാത്ത രീതിയിലൊക്കെ നമുക്ക് ചെറിയ ചെറിയ യാത്രകളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ എല്ലാവരും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റട്ടെ, എല്ലാവർക്കും അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവട്ടെ എന്നൊക്കെയാണ് ഈ ഒരു പുതിയ വർഷത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആശംസിക്കാനുള്ളത്. ഇനിയും ഒത്തിരി യാത്രകൾ ചെയ്യണം, അല്ലെങ്കിൽ പുതിയ പുതിയ സ്ഥലങ്ങൾ കാണണം, അതൊക്കെ തന്നെയാണ് ഞങ്ങളുടെയും ഈ വർഷത്തെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റട്ടെ. മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്നാണല്ലോ. അപ്പോൾ ഒത്തിരി ദൂരം ഇങ്ങനെ കിടക്കുകയാണ്, നമുക്ക് പോകാനും എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്.
നമ്മുടെ ലൈഫ് ഇങ്ങനെ വിശാലമായി കിടക്കുന്നുണ്ട്. ആ ഒരു വിശ്വാസത്തിൽ അങ്ങ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി.